ഞങ്ങളുടെ റൗണ്ട് ദ വേൾഡ് ട്രിപ്പ് അവസാനിക്കാൻ പോവുകയാണ്. ഞങ്ങൾ മെൽബണിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഞങ്ങൾ സൂറിക്കിൽ നിന്ന് ഡൽഹി ത്രൂ മെൽബണിലേക്ക് തിരിച്ചെത്താൻ പോവുകയാണ്. ഞങ്ങളുടെ ട്രിപ്പിന്റെ ഒരു എൻറ്റയർ റൂട്ട് മാപ്പാണ് കാണിക്കുന്നത്. അതുപോലെ കുറച്ച് ഫൺ ഫാക്ട്സ് ഇവിടെ ചേർക്കും. ഫസ്റ്റ് ടൈം ഇന്ത്യയിലേക്ക് പോവാണ്. റോമിയുടെ വിസ ഞങ്ങൾക്ക് OCI കാർഡ് ഉണ്ടായിരുന്നുകൊണ്ട് കുഴപ്പമില്ല. റോമിയുടെ വിസ പ്രിൻ്റ് എടുത്ത് തരണം എന്ന് പറഞ്ഞു. അത് പോയി പ്രിൻ്റ് എടുത്തു. ഇനിയിപ്പോൾ ഞങ്ങൾ ഗേറ്റ് സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞിട്ട് ലൗഞ്ചിൽ പോയിരിക്കാം. അത് ഇവരെങ്ങനെ ജാക്കറ്റ് ഇട്ടല്ലായിരുന്നു നടക്കുന്നത്. അങ്ങനെ ഞങ്ങൾ സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞു. ഞങ്ങളിനി പോയി എന്തേലും ലൗഞ്ചിൽ ഇരുന്ന് ഫുഡ് തട്ടട്ടെ. ഇവനാ വിശക്കൂലും ഓ. ഞങ്ങളങ്ങനെ പ്രൈം ലൗഞ്ചിലെത്തി. പ്രൈം ക്ലാസ് ചെക്ക് ഇൻ ചെയ്തു. റോമിയോട് ഉറക്കം വന്ന് അലമ്പിച്ചിരിപ്പുണ്ട്. ഞങ്ങൾക്ക് വിശക്കും, ജീവനം ഉറക്കണം. ഞാൻ ഉറപ്പം ഇവിടെ എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റും എമിറേറ്റ്സൊക്കെ കിടക്കുന്ന കാണാം. ഒമാൻ എയർ എവിടെയാണെന്ന് അറിയത്തില്ല. ലെറ്റ്സ് സീ. എനിവേ ഞങ്ങൾ കഴിഞ്ഞിട്ട് നാപ്പി മാറി. ഞങ്ങളുടെ ബോർഡിംഗ് ടൈം ആവുന്നു. പക്ഷെ ഗേറ്റ് തുറന്നിട്ടില്ല. ഞങ്ങൾ ലൗഞ്ചിൽ നിന്ന് ഇറങ്ങി. മസ്കറ്റ് ഫ്ലൈറ്റ് ആണ്. ന്യൂ ടൈം 20-25 ഇപ്പോൾ തുറന്നു വരും. റോമി ഇവിടെ ഒരു കൂട്ടുകാരിനെ ഒപ്പിച്ചിട്ടുണ്ട്. റോമിയുടെ കൂട്ടുകാരി, ഇവിടുത്തെ കൂട്ടുകാരി. റോമിക്ക് എല്ലായിടത്തും കൂട്ടുകാരിയും കിട്ടുന്നു. ഹായ്. റോമിയുടെ ഉറക്ക സമയമൊക്കെ കഴിഞ്ഞു. സംഭവം 9:30. ഇവന് 7:30 ഉറങ്ങണ്ട. ഇന്ന് രാവിലെ എണീറ്റ് കഴിഞ്ഞിട്ട് 1 മണിക്കൂർ കാറേ കിടന്ന് ഉറങ്ങിയ. പിന്നെ ഫുൾ കരച്ചിലും ബഹളവും. ഇപ്പോഴത്തെ ഉറങ്ങൊന്നുമില്ല. എടി അവരെല്ലാം തിരിച്ചു പോകുന്നു. ഞങ്ങളുടെ ഫ്ലൈറ്റ് ആണെങ്കിൽ ഗേറ്റിൽ എയർ ഹോസ്റ്റേഴ്സ് ഒക്കെ തിരിച്ചു പോകും. ഇതെന്തോന്നു ഓൾറെഡി ലേറ്റാ. എവിടെ പോയി തിരിച്ച് ലൗഞ്ചിൽ പോയിരുന്നാലോ? 7879 -9 ഞങ്ങൾ കയറുന്നു. ലേറ്റ് ആയെങ്കിലും അവസാനം ലെറ്റ്സ് സീ. നമ്മുടെ ഫ്ലൈറ്റ് വന്നു. ഞങ്ങൾ രണ്ടുപേരും അടുപ്പിച്ച് ഒരാൾക്ക് 14A and 14B ആണ്. ഇങ്ങനെയാണ്. ഫ്രണ്ടിലും ഉണ്ടൊരു കൊച്ച്. ഇതിനേക്കാളും വലുതാ. ഞാൻ വലിയ കൊച്ചല്ലേ പാട്. ഇവിടെ സ്റ്റോർ ചെയ്യാൻ സ്ഥലമുണ്ട്. ടേക്ക് ഓഫ് ചെയ്യാൻ പോവാണ്. എടുത്തോണ്ട് പോവായിരിക്കും. സീറ്റ് ബെൽറ്റ് വന്നു. ലിയോണയിലേക്ക് ആക്ച്വലി ബാക്കി ലേറ്റ് ഒക്കെ ആയെങ്കിലും സീറ്റും സംഭവമൊക്കെ കൊള്ളാം. അല്ല ലിയോണ? മെനു ഒക്കെ കൊണ്ടു തന്നു. ലൈറ്റ് ഇടുന്നില്ല കാരണം റോമി ഉറങ്ങുക. ലിയോണ അവിടെ ഇരിപ്പുണ്ട്. ഇരുട്ടാണ്ടൊന്നും കാണാൻ മേലെ. ഞാൻ കറക്റ്റ് പറഞ്ഞു. ഇങ്ങനെ 1.5 മണിക്കൂറും ഏകദേശം എത്താറായിരിക്കുന്നു. മനസ്സിലാൻ്റെ റോമിച്ചിനുറങ്ങുന്നു.
ട്രാൻസ്ഫറിലേക്ക് ഓടിക്കൊണ്ടിരിക്കുക. ഫ്ലൈറ്റ് മിസ്സാകാതിരിക്കാൻ ഇവിടെ കണ്ട. അങ്ങനെ ഞങ്ങൾ ട്രാൻസ്ഫർ കഴിഞ്ഞു. ഇനി 245 നമ്മൾ ഇതെടുത്തു. ഫുള്ളി ഫ്ലാറ്റ് അല്ല, പക്ഷെ ഹാഫാണ്. റോമി ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാറായി. റോമിച്ച ഇപ്പോഴും ഉറക്കത്തില്ല, നമ്മുടെ ഫ്ലൈറ്റ് യു ടേൺ എടുത്ത് റൺവേക്ക് ഇൻ ലൈനായി ലാൻഡിങ്ങിന് തയ്യാറെടുക്കുന്നു. റോമിച്ചൻ ഇവിടെ വെള്ളം കുടിച്ച് റെഡിയാകുന്നു. എന്തൊക്കെയോ അവിടെ കാണാം. എയർ ക്വാളിറ്റി വളരെ മോശം തന്നെയാണ്. കുറവ്. വലിയ ഫ്ലൈറ്റ് ആണ്. എന്നാ വായിക്കിടക്കുന്ന അടുത്ത മാറ്റത്ത്. ഞങ്ങൾ ഈ ഒമാൻ എയറിലാണ് വന്നത്. ഡൽഹിയിലെത്തിയിരിക്കുന്നു. അപ്പം നമ്മൾ സ്റ്റോറൊക്കെ സെറ്റ് ചെയ്യുന്നപ്പോൾ നമ്മൾ കുറച്ചുകൂടെ പ്രാക്ടീസ് ആയില്ലേ. ശരിക്കും ഇങ്ങനെ ചെയ്യുന്ന പക്ഷേ നല്ലത്. മണമുണ്ട്. ഞങ്ങളങ്ങനെ ഡൽഹിയിലെത്തിയേക്കുക. സോ റോമിച്ചൻ ഇവിടെ, റോമിക്കുട്ടൻ ഇവിടെ ഇരിപ്പുണ്ട്. നമ്മൾ ഫോറിൻ പാസ്പോർട്ട് ഹോൾഡേഴ്സ്. നമ്മളിത് ഫില്ല് ചെയ്യണോടി. ഇല്ല, നമ്മുടെ ഓൾറെഡി OCI ഉള്ളതല്ലേ. ഇവൻ്റെ കഞ്ഞി ഉണ്ടെങ്കിൽ അറിയത്തില്ല. ഇവനല്ലേ. അങ്ങനെ ഞങ്ങൾ പോയി. ഇനി ഫോറിൻ പാസ്പോർട്ട് ഹോൾഡേഴ്സ് അങ്ങോട്ട് പോകണം. ഈ വിസ അങ്ങനെ ഞങ്ങൾ സെക്യൂരിറ്റി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞങ്ങൾ ബാഗേജിന് വേണ്ടി ബാഗേജ് വന്നു. ഞങ്ങൾ ഇനി എക്സിറ്റ് അടിച്ച് ഊബർ അടിച്ച് ഹോട്ടലിലേക്ക് പോകുന്നു. ഇല്ല ലിയോണ, ഹോട്ടലിലേക്ക് പോകുന്നു. Roundabout onto Dr. Bhim Rao Ambedkar Marg. റോഡിന്റെ ബിസി റോഡിന്റെ at Veer Chand Singh Garwali Chowk, take the first exit onto Rani Jhansi Road. In 300 meters, make a U-turn. ഞങ്ങളുടെ ഹോട്ടൽ ഡൽഹിയിൽ ഞങ്ങൾ വന്നു, റൂം എടുത്തു, ഇവിടെ കുളിക്കുവാണ്. എല്ലാം സെറ്റ് ചെയ്തു. ഞാൻ ഹോട്ടലുകാർ ഞങ്ങൾക്കൊരു വെൽക്കം ഒക്കെ തന്നു. അവരുടെ മെമ്പർ ആയതുകൊണ്ട്, ALL മെമ്പർ ആയതുകൊണ്ട്. വ്യൂ എന്ന് പറയുന്നത് കഴിഞ്ഞാൽ ശോകം വ്യൂ ആണ്. ബട്ട് എനിവേ, കുളിച്ച് കുട്ടപ്പനായിട്ടിരിക്കുന്നു. റോമിച്ചൻ വീണ്ടും നിക്കർ ആൻഡ് ബനിയനിൽ കയറി. അവിടെ ഒന്ന് ഫുഡെല്ലാം കഴിച്ചു. ഇവിടെ ലൈഫ് ഓപ്ഷൻസ് വന്നു. റോമിച്ചൻ അവിടെ ദോശ ചമ്മന്തിയും കഴിക്കുന്നുണ്ട്. ഡൽഹി വന്നിട്ട് ഞങ്ങൾക്ക് അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഞങ്ങളിപ്പോ ഹൽദിറാംസിന്ന് ഓർഡർ ചെയ്തു. ഗിഫ്റ്റ് ബോക്സ് തുറക്കുന്നു. ഇന്നലെ ആണല്ലോ ഒരു ബോക്സ് ഐറ്റംസ്. ഇന്നലെ ഞങ്ങൾ ഇൻഡോ ചൈനീസ്. ഇത് വടാപ്പാവ് ആണ്. ലെറ്റ്സ് ട്രൈ ദാറ്റ്. പാക്കിംഗ് അടിപൊളിയാണ്. വടാപ്പാവ് വിത്ത് മുളക.
കാണിച്ചേ, ഒരു കടി കാണിച്ചേ. എടുക്കും. വേറെ ഉണ്ടോ? ആ ഇതാ വേണം തോന്നും. വടാപ്പാവ് പകുതി അടിപൊളിയാ, പക്ഷെ എല്ലാം കൂടെ കഴിക്കാൻ പറ്റൂല, ഹെയർ ഫുള്ളാ. ഇന്ന് വൈകിട്ടൊന്നും വേണ്ടല്ലോ. വേണ്ട. അയ്യോ, അപ്പൊ നമുക്ക് ഇത് പണ്ടാരെ എന്തേരം സാധനം ഇത് ഒരു ഒന്നും സാധനം അവനെ മാറ്റാൻ പറ്റത്തില്ലടി. എന്ത് വെച്ചാൽ അങ്ങനെ ഞങ്ങൾ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞു. സത്യം പറഞ്ഞാൽ എൻ്റെ വയറ് പൊട്ടി. ഒരു കുന്ന് ഫുഡ് ഇല്ലയാണ്. വലിയ വില $19, ലെസ് ദാൻ $20 ആയത്. പക്ഷേ ഞങ്ങൾക്ക് ആക്രാന്തം പിടിച്ചു. കാരണം ആക്രാന്തം ഇൻ ദ സെൻസ് ഇവിടെ ഭയങ്കര ചീപ്പായിരുന്നു. അതായത് ഓസ്ട്രേലിയൻ ഡോളേഴ്സും അല്ലെങ്കിൽ ഞങ്ങൾ ഇത്രയും ട്രാവൽ ചെയ്ത കൺട്രീസിലും യൂറോപ്പിലും അമേരിക്കയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ചീപ്പായിരുന്നു. അതുകൊണ്ട് ഫുഡ് കുറേ ഓർഡർ ചെയ്തു. പക്ഷേ വയറ് നിറഞ്ഞു പോയി. ഞാൻ അതിന് മുമ്പ് സൂപ്പും ഇന്നലത്തെ സൂപ്പ് ബാക്കിയുണ്ട്, അതും കുടിച്ചായിരുന്നു. പിന്നെ ഫുഡ് കണ്ടു കഴിയുമ്പോൾ ഞങ്ങൾക്ക് ആക്രാന്തം കാണാൻ അതിൻ്റെ ഫുൾ വീഡിയോ എടുക്കാനും പറ്റില്ല. ലിയോണെ തിന്ന് തീർക്കും. ഇന്നലെ ആണല്ലോ അതായിരുന്നു പരിപാടി. അപ്പം അതുകൊണ്ട് ഞങ്ങളത് കഴിച്ചു. പിന്നെ ഞാൻ കുറച്ച് ഡ്രിങ്ക്സ് ഇപ്പം മേടിക്കാൻ പോവാണ്. സോ പോയിട്ട് വരാം. ഇല്ല, മേടിച്ചിട്ട് റൂമിനെ ഉറക്കണം, കിടത്തണം. എനിക്കാണെങ്കിൽ ഇന്ത്യ ഗേറ്റ് ഒന്ന് കാണുന്നുണ്ട്. ഇന്ന് രാത്രിയിലാണ് ലൈറ്റ്സ് ഉണ്ടെന്നാണ് കേട്ടോ. അപ്പം നോക്കട്ടെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇറങ്ങാനുള്ളൊരു മൂഡില്ല. അതാണ് സത്യാവസ്ഥ. സത്യം പറഞ്ഞാൽ ഞാൻ ഇറങ്ങിയപ്പോൾ സത്യം ഞാൻ തമാശ പറഞ്ഞല്ലോ. എന്നാൽ ഞാൻ പോയിട്ട് വരാം. ഒന്നൊരു ഡ്രിങ്ക് ഞാൻ പിന്നെ വന്ന് കഴിക്കുന്നു. ഇങ്ങനെ ഞാൻ ഊബർ കയറി. ഇന്ത്യ ഗേറ്റ് എത്തി. നടന്നുകൊണ്ടിരിക്കുക. ഭയങ്കര ഇന്നലെ ഞാൻ ഇറങ്ങിയ പോലെ അല്ല, ഇന്ന് ഭയങ്കര സ്മെല്ലും, അതായത് ഭയങ്കര പുകഞ്ഞ മണം, തലയ്ക്കും മൂക്കിനൊക്കെ ഒരു എന്തോ ഒരു പോലെ. ഇന്നലെ എനിക്ക് ഇത്രയും ബുദ്ധിമുട്ട്, ഇന്ന് ഭയങ്കര ബുദ്ധിമുട്ട്. എന്നിട്ട് ഞാൻ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ അവിടുത്തെ വാച്ച്മാൻ സെക്യൂരിറ്റിയോട് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞാൽ അത് ഇവിടുത്തെ ഇതിൻ്റെ ഇതാ ഇങ്ങനെയാണ് ഇവിടെ. അപ്പോഴെനിക്ക് മനസ്സിലായി ഇത്ര ഭീകരമാണെന്ന്. ഭയങ്കര ബോറായിട്ടുണ്ട്. ബോറൻ സെൻസ് ഭയങ്കര ബുദ്ധിമുട്ടാണ് ശരിക്കും. എനിക്കിനി എത്രയും കൂടെ അകത്ത് കയറണം. കുറേ നേരം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. ഇന്നലെ എനിക്ക് ഇങ്ങനെ തോന്നിയില്ല, എന്താണാവോ. ഇതാ ഇന്ത്യ ഗേറ്റ്. ഇവിടെ എന്തോ ആരുടെയോ പ്രതിമയുണ്ട്. ഇന്ത്യ ഗേറ്റ് എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. വീഡിയോ എടുക്കാൻ മറന്നു. പിന്നെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ടൈം ആണ്. ലാസ്റ്റ് ഡേ ഇൻ ഇന്ത്യ. ഇന്ന് ഞങ്ങൾ ഫ്ലൈ ചെയ്യും. തോന്നിയുടെ ദോശ അടിക്കുന്നു. മൈസൂർ ദോശ, ബീട്രൂട്ട് ദോശ. ഏതാ കൊള്ളാം. റോമിക്കും കുറച്ച് ദോശ കൊടുത്തു, പിന്നെ കുറച്ച് ക്രോസാന്റ്. ഫുഡൊക്കെ കഴിച്ച് വയറ് നിറഞ്ഞു. ആ ട്രിപ്പിൽ നിന്ന് അവസാനിക്കാൻ പോവാ. ലിയോണ, എന്താ പറയാനുള്ള ട്രിപ്പിനെ കുറിച്ച്? അടുത്തോ? ഇവിടെ വന്നിട്ടും അടുത്തോ? ഞാൻ ഇന്നലെ പുറത്ത് പോയപ്പോ വീഡിയോ എടുത്തായിരുന്നു ചെറുതായിട്ട്. വീട്ടിൽ പോകാൻ കൊതിയാവുന്നു. റോമിച്ച ഫ്രേനെ പോയി പിക്ക് ചെയ്യണം. പണികളുണ്ട് കുറെ. അങ്ങനെ ഞങ്ങളുടെ 12 hours സംതിങ് ഫ്ലൈറ്റ്. പ്രസ് ചെയ്തു. നമസ്കാരം. അങ്ങനെ ഞങ്ങളുടെ ലാസ്റ്റ് ഡേ ഞങ്ങളുടെ 27th November ഡൽഹി നോവോട്ടൽ സിറ്റി സെൻറ്ററിലാണ് ഞങ്ങളിപ്പം. ഞങ്ങൾ പെട്ടിയെല്ലാം പാക്ക് ചെയ്ത് ഒടുങ്ങിയിരിക്കുന്നു ഞങ്ങളെല്ലാവരും.
റോമിച്ചനും അവിടെ റെഡി ആയിരിക്കുന്നു. റോമിച്ചൻ റെഡിയായി. ഞങ്ങൾ ഇനി ഒരു കുറച്ചുകൂടെ സമയം ഞങ്ങൾ ലേറ്റ് ചെക്കൗട്ട് പറഞ്ഞു. ലേറ്റ് ചെക്കൗട്ട് പറഞ്ഞിട്ട് ഞങ്ങൾ വണ്ടി എനിക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. ഊബർ വിളിച്ചു. ഊബറിന് വേണ്ടി വിളിക്കണം, എന്നിട്ട് പോകണം. എനിവേ ഞങ്ങളുടെ റൂമൊക്കെ ജസ്റ്റ് ഒന്ന് കാണിക്കാം. വലിയ കുഴപ്പമില്ലാത്ത റൂമായിരുന്നു. ഇതും ടോയ്ലറ്റും കാര്യങ്ങൾ, ഇവിടെ ഷവറും കാര്യവും. പ്ലസ് പിന്നെന്തൊക്കെയാണ് പറയാനുള്ളത്? ആക്ച്വലി അത് ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ടെന്ന് തോന്നുന്നു. ഞാൻ ഇന്നലെ വൈകിട്ട് ഇറങ്ങിയപ്പോഴാണല്ലോ ഭയങ്കര വിസിബിലിറ്റി കുറവും, തീരെ കൊള്ളത്തില്ല. അതുകൊണ്ട് വലിയ സുഖമൊന്നുമില്ല. ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇന്ന് പെട്ടി പാക്കിങ് എല്ലാം കഴിഞ്ഞു. റോമിയുടെ ഒരു ഉറക്കം കഴിഞ്ഞു. ഇനിയിപ്പോൾ പതുക്കെ ഞങ്ങൾ ഇറങ്ങിപ്പോകണം. റോമി എന്നിട്ട് ഞങ്ങളിനി ഓസ്ട്രേലിയയിലേക്ക് പോവുകയാണ്. എല്ലാവരും മടുത്തോടി. ആക്ച്വലി നമ്മൾ ട്രാവൽ ചെയ്തില്ലായിരുന്നു, ഐ മീൻ ഇവിടെ സ്റ്റേ ചെയ്തില്ലായിരുന്നെങ്കിൽ കുറച്ചുകൂടെ മടുത്തു പോയിരുന്നു അല്ലേ. അതുകൊണ്ട് ട്രാവൽ ചെയ്യാനുള്ളൊരു എനർജി ഉണ്ട് കുറച്ച്. പക്ഷേ 3 വീക്സ്, പക്ഷേ ഇനി എനിക്ക് തോന്നുന്നു നമ്മൾ 2 വീക്സിൽ കൂടുതൽ ട്രിപ്പ് പിടിക്കരുത്. നീ പിടിച്ചോ? 2 വീക്സാണ് കറക്റ്റ്. അത് നമുക്ക് പണ്ടേ അറിയാവുന്ന കാര്യമാണ്. പിന്നെ അല്ലടി 2 വീക്സ് ഒരു കുറച്ച് എക്സ്ട്രാ ട്രാവലിനിടാം, അങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. പക്ഷെ 2 വീക്സ് അങ്ങനെ നോക്കുവാണെങ്കിൽ കുഴപ്പമില്ല. എനിക്ക് നമ്മൾ നേരത്തെ പല എക്സ്പീരിയൻസിൽ നിന്ന് പഠിച്ചതാണ് നമ്മൾ. ഇൻക്ലൂഡിങ് ട്രാവൽ ഡേയ്സ് ഒരു 16-17 ഡേയ്സ് മാക്സിമം ട്രാവൽ ഡേയ്സ് കൂടെ കൂട്ടി. ഇത് നമ്മൾ നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്ന് പഠിച്ചതാണ്. പക്ഷെ എന്നാലും ഇപ്രാവശ്യം ഞങ്ങൾക്ക് അവധി ഉള്ളത് കൊണ്ടും പിന്നെ ഇങ്ങനെ കറങ്ങി വരുന്നത് കൊണ്ടും ഫ്ലൈറ്റ് എല്ലാം ഓർഡർ ആക്കേണ്ടതും കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ എടുത്തത്. ബട്ട് എനിവേ ഇറ്റ്സ് എ ഗുഡ് എക്സ്പീരിയൻസ്. റോമിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. റോമി ആണെങ്കിൽ വേൾഡ് വൈഡ്, അതായത് റൗണ്ട് ദ ഗ്ലോബ് റോമി ട്രാവൽ ചെയ്തേക്കുക. സോ അപ്പം ഇനിയിപ്പോൾ നമുക്ക് എയർപോർട്ടിൽ ചെന്നിട്ട് കാണാം. ഞങ്ങൾ ഇറങ്ങി ചെക്കൗട്ട് ചെയ്തു. ഞങ്ങൾ ഊബറിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. റോമിച്ചൻ റെഡിയാണ്, ഓൾ സെറ്റ് ഫോർ ദ നെക്സ്റ്റ് ട്രിപ്പ്. ഫൈനലിലേക്ക് അല്ലടാ. പാട്ടൊക്കെ കേട്ട് യാത്ര ആയിക്കൊണ്ടിരിക്കുകയാണ്. ഡൽഹി കാഴ്ചകൾ കണ്ടുകൊണ്ട് റോമി അവിടെ ഇരിക്കുന്നു. റോമിക്ക് ഇഷ്ടപ്പെട്ടു പോയുള്ള അവിടുത്തെ കാഴ്ചകൾ. അതാണ് റോമിക്ക് ഇവിടെ സീറ്റായിരിക്കണ്ട, അതുകൊണ്ട് കറങ്ങിത്തിരിഞ്ഞ് നടക്കാം. റോമിക്ക് ഉറക്കം വരുന്നുണ്ടല്ലോ. റോമി പാട്ട് ഇഷ്ടപ്പെട്ടു. റോമിക്ക് നല്ല പാട്ടൊക്കെ കേട്ട് ചാച്ചെന്ന്. ഇവിടെ വരുമ്പം കുറച്ച് വൃത്തിയുണ്ട്, പക്ഷെ എന്താണെങ്കിലും നമ്മൾ ശ്വസിക്കേണ്ട ഇതായതുകൊണ്ട് പക്ഷെ ഈ എയറോ സിറ്റിയുടെ അടുത്തുള്ള എല്ലാം നല്ല നൈസ് സ്ഥലങ്ങളാണ്, ക്ലീനാണ്. അയ്യോ അതെ, എന്താ വലിയ, അതായത് നമ്മുടെ ആർമിയിലെ എങ്ങാണ്ടാന്ന് തോന്നുന്നു. ആർമിയിലെ വിങ് എങ്ങാണ്ടാ. നമ്മുടെ അവിടുത്തെ പോലെ അല്ലേ എയർപോർട്ട് കൺട്രോൾ. പക്ഷെ എന്നാലും ഇത് എന്നാ ചാട ഒരുമാതിരി വലിയ ചിരിക്കാനൊക്കെ വലിയ ഭയങ്കര ഷോയാ അല്ലേ ഇതുപോലെ. റോമിച്ചിന്റെ കരച്ചിലും മാറി. റോമിച്ചിനെ ഞാൻ എടുത്താ അത് പോയി, അത് എല്ലായിടത്തും ക്യാമറ എടുത്ത് ആദ്യം തരുമല്ലോ. ഇവിടെ ഒരു പിള്ളേരെ പൊക്കിയെടുക്കണം. വന്ന റോമിച്ചനോട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്ലേ ഏരിയകളിലോട്ട് ഞങ്ങൾ ഇരുന്നു. ദിയോണ ഫുഡ് കഴിക്കാൻ പോയി. ഫുഡ് ആക്ച്വലി ഒരു രക്ഷയില്ലാത്ത ഫുഡാണ്. ഇഷ്ടംപോലെ ഓപ്ഷൻസും ഉണ്ട്. സോ അതൊരു രക്ഷയില്ല. റോമിച്ചൻ ഇടയ്ക്ക് കാറിലൊക്കെ കയറി വണ്ടി ഓടിക്കുന്നു, ഡോറടയ്ക്കുന്നു. റോമിച്ചൻ ലിയോണ അവിടെ വലിയ കേക്ക് അടിച്ചു കൊടുത്തിരിക്കുന്നു. വയറ് നിറഞ്ഞില്ലേ? ഇതാണ് ലൗഞ്ച്. ഇഷ്ടം പോലെ ഫുഡ്, ഇഷ്ടം പോലെ ഫുഡ്. അതുപോലെ കള്ളും.
വയറ് നിറയുന്ന പോലെ ഇഷ്ടം പോലെ ഉണ്ട്. ഞങ്ങൾ ഫുഡൊക്കെ അടിച്ച് ഫ്ലൈറ്റിലേക്ക് പോവുകയാണ്. ഞങ്ങളുടെ ഗേറ്റിലേക്ക് പോവുകയാണ്. റോമ ഇതുവരെ ഉറങ്ങിയിട്ടില്ല. സോ 26ലാണ് നമ്മുടെ ഗേറ്റ്. സീറ്റ് മാറ്റി കിട്ടുകൂടി. ഞങ്ങളങ്ങനെ എന്നെ കണ്ടെത്തത്തില്ല, എന്നെ കണ്ടെത്തുന്നു. റോമിച്ചൻ അവിടെ അമ്മച്ചി കളിപ്പിച്ചോണ്ടിരിക്കുന്നുണ്ട്. എല്ലാവരുടെ അടുത്തൊക്കെ പോയി കളിക്കുക. ഫ്ലൈറ്റ് കയറി. Wherever you're flying to today, and we hope you get to your magic place again really soon. Thank you for choosing to fly Qantas. ലാൻഡിങ് റെഡിയാവുകയാണ്. Thank you. സീരിയസ് ആയിട്ട് എന്തോ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നെ വെച്ച് കൊടുത്തേക്കുന്നത് ഞങ്ങൾ വന്ന് 3:30, ഇപ്പോൾ 3:80 കിടക്കും. എനിവേ ഞങ്ങളങ്ങനെ ലാൻഡ് ചെയ്തു. റോമിച്ചൻ ഫുൾ 3 hours 11 hours ഉറക്കായിരുന്നു. ആക്ച്വലി അവസാനത്തെ 30 minutes ബാക്കിയുള്ളപ്പോഴായിരുന്നു. എത്ര മണിക്കൂറിന്റെ ഫ്ലൈറ്റ്? ടോട്ടൽ എനിക്ക് തോന്നുന്നു ഫ്ലൈയിങ് hours 11:30 ആണ്ടേ ഉള്ളൂ. പക്ഷെ റെഡിങ്ങും ലാസ്റ്റ് 30 minutesലാണ്. അപ്പോൾ 11+ എന്നാണല്ലോ അവനോട് ഇറങ്ങിയിട്ടുണ്ട്. നല്ല കുട്ടപ്പനായിട്ട് ഇരിക്കുക അല്ലേ? അവൻ ഫ്രഷാ. എവിടെയാ? ഊബറില്. ഊബർ കാർ സീറ്റ് അല്ലേ ബുക്ക് ചെയ്തേക്കുന്നത്? അപ്പം നല്ല രസമായിരിക്കും. ഞങ്ങൾ ഊബറിലെത്തി. റോമിച്ചൻ അവിടെ ഇരിക്കുക. സോ ഊബറിന് വേണ്ടി വെയിറ്റിംഗ് വിത്ത് കാർ സീറ്റ്. റോമിച്ചൻ കരയെ ഓടി. ഞങ്ങൾ തിരിച്ചെത്തിയിരിക്കുന്നു. വേണ്ട ചെളിയില്ലേ അവനെ പെട്ടി സാധനം. റോമിച്ച, ഹൗ വാസ് ദ ട്രിപ്പ്? ട്രിപ്പിനെ കുറിച്ച് ഞങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇപ്പൊ ഞങ്ങൾ റോമിച്ചൻ വീട് ക്ലീൻ ചെയ്യട്ടെ ഗായ്സ്. അങ്ങനെ ഞങ്ങൾ നെക്സ്റ്റ് ഡേ ഫ്രേപ്പ് വന്നു, ലൂണാപ്പി വന്നു. നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ്. എണീറ്റു, ഉറക്കമൊക്കെ ശരിയായി വരുന്നതേ ഉള്ളൂ. ഞാനിവിടെ ഉണ്ട്, റോമിച്ചൻ ഇവിടെ ഉണ്ട്, ലിയോപ്പി ഇവിടെ ഉണ്ട്. റോമിച്ചൻ ഇവിടെ ഇരുത്തി. ലൂണാപ്പി ദേ ഇരിക്കുന്നു, ഫ്രേപ്പു ദേ ഇരിക്കുന്നു. ഫ്രേപ്പുവിനെ ഇന്ന് കൊണ്ടുവന്നു. ഞങ്ങൾ ഇന്നലെ വീടൊക്കെ ഫുൾ ക്ലീനിങ് ആണ്. അപ്പോൾ ഓരോ സാധനങ്ങൾ എടുക്കുന്നതാണ് പരിപാടി. ആദ്യമേ ഇത് ഞങ്ങൾ ലോസ് ആഞ്ചൽസിൽ പള്ളിയിൽ നിന്ന് മേടിച്ച കുരിശ്. ഈ കുരിശിന് തൂക്കണം. ഇതിപ്പോൾ ഇവിടെ ഇരിക്കട്ടെ. പിന്നെ ഇതിനകത്തെന്തോ ഇതന്നെ അതിനകത്ത് എഴുതിയേക്കുന്നത്. എവിടെ നിന്ന് മേടിച്ചതിനടി? ക്രിസ്മസ് ട്രീ വെക്കൂടെ വർഷം. അതുപോലെ ഇന്ന് ഫ്രേനെ കൊണ്ടുവന്നപ്പം ഫ്രേക്ക് കുറച്ച് ട്രീറ്റും ഫ്രേയുടെ പ്രോഗ്രസ് റിപ്പോർട്ട് വന്നു. സൂപ്പർ ഫസ്റ്റ് ഡേ ആണുള്ള ഇതപ്പത്തെ ലിയോണ ഇവിടെ പൊട്ടിക്കുന്നുണ്ട്. ഇത്
എന്നാടാ ഇതാ പൊട്ടിച്ചിട്ട് ഓരോന്നോരോന്നാട്ടോ. ഇതാണ് എൻ്റെ ട്രിപ്പ് കഴിഞ്ഞ് വന്ന എൻ്റെ ഫേവറേറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ള സാധനം. റൂമിച്ചിനെ നീ കാണിക്കുന്നേ, നീ എന്നാടാ കാണിക്കുന്നേ? പൊട്ടിയോ? എൻ്റെ തല ഒടിഞ്ഞു പോടാ. അയ്യോ, പൊട്ടിക്കാൻ പൊട്ടി വെക്ക്. കുറേ തവണയൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങൾ വിയന്ന വന്നത് ഓർഡർ വെക്കൂടെ നമ്മൾ പോയി? അങ്ങനെ പോകണ്ടോ? അങ്ങനെ ഓസ്ട്രിയ. ലണ്ടനിലെ വെസ്റ്റ്മിനിസ്റ്റർ ആബി, ഇന്റർലാക്കൻ, ലണ്ടൻ, ഇത് വിയന്ന, പ്രാഗ്, ഇത് ക്ലോക്ക് ടവർ, ബക്കിംഗ്ഹാം പാലസ്, ബെവർലി ഹിൽസ്, LA, സാന്റ മോണിക്ക, ഹോളിവുഡ്, ബ്രാട്ടിസ്ലാവ, no kangaroos in Austria, Switzerland, Lucerne, Zurich. രണ്ടെണ്ണം സ്വിറ്റ്സർലാൻഡ് എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. സൂറിക്ക് ഇവിടെ എഴുതിയിട്ടുണ്ട്. അങ്ങനെ അത് വെച്ചു. പൊട്ടുന്ന സാധനങ്ങളൊക്കെ ഇവിടുന്ന് ഇങ്ങോട്ട് മാറും. നമുക്ക് കൈതെത്തിയല്ലേ വീഴുന്നത്. ആ ശരി, ആ സൈഡ് പൊട്ടാത്ത താഴെ ഒത്തിരി താഴോട്ടായാലും ഫ്രേ ഒക്കെ ഇടിച്ചാണേലും ഇവിടം വരെ പ്രയോഗിച്ചിട്ടില്ല. അതിന്റെ താഴോട്ട് പോയാലോ നമ്മുടെ ഫസ്റ്റ് ഞങ്ങള് ഏറ്റവും അത് പൊട്ടിയിട്ടുമില്ല. ഞങ്ങൾ മേടിച്ച ഇതാണ്. ഈ സംഭവം ഇതൊക്കെ പറഞ്ഞാൽ ഇതെല്ലാം ചൈനന്നായിരിക്കും ഉണ്ടായി വരുന്നത്. ഇതെല്ലാം ഡിസൈനാണ് കൊടുത്തത്. അങ്ങനെ അത് കഴിഞ്ഞ് ഇനി പെട്ടി അൺപാക്ക് ചെയ്യണം. പെട്ടി അൺപാക്ക് ചെയ്ത് ക്ലീനിങ് പണി തന്നെ ഒരു നല്ല പണിയായിരുന്നു. അതിനുശേഷം ഞങ്ങൾ വിശദമായിട്ടൊരു വീഡിയോ എഡിറ്റിംഗ് ചെയ്യണം അല്ലേ? ഈ റോമിയുടെ ബർത്ത്ഡേ പ്ലാൻ ചെയ്യണം. കുറേ പണികളുണ്ട്. ബിസി ഫ്രേ പോയേ സുഖാണോടി?